സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാറ തോമസ് എഴുതിയ നാർമടി പുടവ. സെക്ഷനിൽ ചെന്നപ്പോൾ സുന്ദരംപിള്ള സാറ് പതിവ് പോലെ വിളിക്ക് ചിരിച്ചില്ല. മുഖത്ത് നോക്കാൻ പോലും മടിക്കുന്നത് പോലെ. തന്നോട് എങ്ങനെ പറയുമെന്നുള്ള വിമിഷ്ടമായിരിക്കും. അങ്ങോട്ട് തന്നെ പറഞ്ഞു, സാറ് വിവരം അറിഞ്ഞു കാണുമല്ലോ. ഇങ്ങനെയൊരു ഡിസിഷൻ എങ്ങനെ ഉണ്ടായി എന്നാണ് അത്ഭുതം. ഒട്ടും വിചാരിച്ചതല്ല. ഒരു കാരണവും കൂടാതെ കുട്ടിയോട് ആർക്ക് എന്ത് വിരോധം തോന്നാനാണ്? ഒന്നും മിണ്ടിയില്ല. കുട്ടി, ഇനി ഈ കാര്യം ഓർത്ത് വിഷമിക്കാനൊന്നും പോകരുത്. സർക്കാർ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. കുറേ കൈമണി, ശിപാർശ, ജാതിചിന്ത, പക്ഷഭേദം ഇവയൊക്കെ കടന്നുകൂടാതിരിക്കുമോ? ആര് വിചാരിച്ചാലും ഇതൊന്നും മാറ്റാനും കഴിയുകയില്ല. കുട്ടിക്ക് ഇപ്പോൾ ദശാസന്ധി മോശമെന്ന് കരുതിയ കൊണ്ടാൽ മതി. അതെ സാർ, എൻ്റെ വിധി. അല്ലാതെ എന്താണ്? അറിയാതെ നെടുവീർപ്പുയർന്നുപോയി. അങ്ങനെയൊന്നും നിരാശപ്പെടേണ്ട. ഭാഗ്യം തെളിയാൻ എത്ര നേരം വേണം? ആ സമയം ആര് വിചാരിച്ചാലും നമ്മളെ ഒരു ചുക്കും ചെയ്യാൻ കഴിയുകയില്ല. സുന്ദരംപിള്ള സാറ് തന്നെ സാന്ത്വനപ്പെടുത്താനുള്ള ശ്രമമാണ്. തൊട്ടടുത്ത സീറ്റിലെ UDC ബാലനാകട്ടെ ആകെ ചൂടായ മട്ടാണ്. സാറ് ഈ ഭാഗ്യത്തിൻ്റെ കാര്യമൊക്കെ ഇവിടെ പറയുന്നതെന്തിന്? ഇത് സർക്കാർ കാര്യം. ഇവിടെ നീതി നടക്കണം. ഇല്ലെങ്കിൽ നടത്തിക്കാൻ വഴിയുണ്ടാക്കണം. നമ്മളൊന്നും പത്തുമല്ല. നമ്മൾ വിചാരിച്ചാലും ഇവിടെ ചിലതൊക്കെ നടക്കാം. ആയിടെ ജോലിയിൽ പ്രവേശിച്ച് ഫിലിപ്പ് ആ അഭിപ്രായക്കാരനായിരുന്നു. അങ്ങനെ മുകളിലുള്ളവർക്ക് തോന്നിയതുപോലെ ചെയ്യാനുള്ള അധികാരം പണ്ടായിരുന്നു, രാജാവിൻ്റെ കാലത്ത്. ഇപ്പോൾ ഭരിക്കുന്നത് ജനങ്ങളാണ്. ചോദിക്കാനും പറയാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. തനിക്ക് മാത്രം ഒന്നും പറയാനുണ്ടായിരുന്നില്ല. മനസ്സ് കത്തിയെരിഞ്ഞ ഒരു കൂട്ടം പ്രതീക്ഷകളുടെ ചാമ്പൽ കൂമ്പാരമായിരുന്നു. ശമ്പളക്കൂടുതൽ കിട്ടുമ്പോൾ വളരെ നാളായി മുടങ്ങിക്കിടക്കുന്ന അത്യാവശ്യമുള്ള ചില വീട്ടുകാര്യങ്ങൾ നിർവഹിച്ചിട്ട് ഒട്ടും അമാന്തിക്കാതെ ഒരു ചിട്ടിയിൽ ചേരണമെന്നാണ് മനസ്സിൽ കണക്കുകൂട്ടിയിരുന്നത്. കാഞ്ചനയുടെ വിവാഹ ചെലവുകൾക്ക് ഇപ്പോഴേ കരുതിയില്ലെങ്കിൽ ഇല്ല. തനിക്ക് ഈ ജീവിതത്തിൽ ഏകമാത്രമായ ഒരു ആഗ്രഹവും അടുത്തെങ്ങും നടക്കാൻ പോകുന്നില്ല. എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷനിൽ നിന്നും കുട്ടൻപിള്ള ടാഗുമായി എത്തിയപ്പോഴാണ് മണി 11 കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലായത്. യാന്ത്രികമായി പേപ്പറുകൾ വാങ്ങി ശൂന്യമായ മനസ്സ് പേന വിമിഷ്ടത്തോടെ രജിസ്റ്ററിൽ ചലിച്ചു എന്നേ ഉള്ളൂ. രാഘവന്റെ പേപ്പർ ഡിസ്പാച്ച് ചെയ്യേണ്ട അവധി കഴിഞ്ഞിരിക്കുകയാണ്. ആ കാര്യം റിമൈൻഡ് ചെയ്തുള്ള കടലാസ് വന്നിട്ടുണ്ട്. സാധാരണഗതിക്ക് കൂട്ടിക്കുറയ്ക്കാൻ ഏറെയുള്ളപ്പോൾ അയാൾ തന്നെ സമീപിക്കുകയാണ് പതിവ്. കനക സാറ് ഒന്ന് ഹെൽപ്പ് ചെയ്താലേ പറ്റൂ. ഇല്ലെങ്കിൽ ഇന്നല്ല ഒരാഴ്ച കഴിഞ്ഞാലും ഈ കടലാസ് ഇവിടെ നിന്ന് നീങ്ങുമെന്ന് തോന്നുന്നില്ല. ഈ അക്കങ്ങളുമായുള്ള കസരത്ത് എൻ്റെ ആരോഗ്യത്തിന് പറ്റിയതല്ല എന്നാണ് വിശദീകരണം. താൻ സഹായിക്കാറുണ്ട്. മഹാ ഉഴപ്പനാണെങ്കിലും ശുദ്ധഗതിക്കാരനാണ്. പക്ഷേ അപ്പോഴത്തെ തൻ്റെ മുഖഭാവം കണ്ടിട്ടാവണം. രാഘവൻ റിമൈൻഡർ കണ്ടിട്ടും സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. വെട്ടിയും തിരുത്തിയും ചുണ്ടുകൾക്കിടയിൽ പിറുപിറുത്തും കടലാസ് തയ്യാറാക്കാൻ ശ്രമിക്കുന്ന രാഘവനിൽ നിന്നും ആ ജോലി ഏറ്റുവാങ്ങിക്കാൻ താനും ഉരുമ്പിട്ടില്ല. മണിക്കൂറുകൾ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു. തൻ്റെ മ്ലാനത അകറ്റാനാവണം സുന്ദരംപിള്ള സാർ ഓരോന്ന് ചോദിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഒന്നിലും മനസ്സ് പതിഞ്ഞതേയില്ല. കുട്ടി, ഞാൻ പറയുന്നത് കേൾക്കാമോ? ഒരു 2 ആഴ്ചത്തേക്ക് അവധിയെടുക്കൂ. ഈ അന്തരീക്ഷത്തിൽ നിന്നും മാറി നിന്നാൽ തന്നെ മനസ്സുഖം കിട്ടും. എത്ര ക്യാഷ്വൽ ലീവുകൾ പാഴാക്കി കളഞ്ഞു. പ്രിവിലേജ് ലീവ് മുഴുവൻ കൂടിക്കിടക്കുന്നുണ്ട്. ശരിയാണ്, ഈ 7 വർഷ കാലയളവിൽ ഒരിക്കൽ മാത്രമാണ് പ്രിവിലേജ് ലീവ് എടുത്തത്. ടൈപ്പ് റൈറ്റിങ്ങും ഷോർട്ട് ഹാൻഡും പഠിക്കാൻ മാത്രം. അത്ത മരിച്ചപ്പോൾ പോലും ക്യാഷ്വൽ ലീവ് കൊണ്ട് കാര്യം കഴിച്ചു. മറ്റുള്ളവരെ പോലെ വീട് വയ്ക്കാനോ വിവാഹത്തിനോ പ്രസവത്തിനോ ഒന്നും തനിക്ക് ലീവ് ആവശ്യം വന്നിട്ടില്ലല്ലോ. അവകാശപ്പെട്ട അവധി പോലും ഉപയോഗപ്പെടുത്താതെ ജോലി ചെയ്യുകയായിരുന്നു. അതിന് കിട്ടിയ പ്രതിഫലമോ? സുന്ദരംപിള്ള സാർ പറഞ്ഞതുപോലെ കുറച്ച് ദിവസത്തേക്കെങ്കിലും ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കണം. മനസ്സിനേറ്റ ക്ഷതം ഉണങ്ങേണ്ടിയിരിക്കുന്നു. അവധിയെടുത്ത് വീട്ടിലിരിക്കുന്നതും മറ്റൊരു തരം ശിക്ഷയാണ്. വെറുതെ ഇരിക്കുമ്പോഴും തനിക്ക് സ്വസ്ഥത വിധിച്ചിട്ടില്ലല്ലോ. എങ്കിലും കൂടുതൽ ചിന്തിച്ചപ്പോൾ തമ്മിൽ ഭേദം അതാണെന്ന് തോന്നി.
കാഞ്ചനയുടെ പരീക്ഷ അടുത്ത മാസമാണ്. പ്രായമായത് പ്രമാണിച്ച് 2 ആഴ്ചകളോളം പഠിത്തം മുടങ്ങിയിരിക്കുന്നു. പഠിത്ത കാര്യത്തിൽ വേണ്ടവണ്ണം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത്ര നാളും കാത്തു സൂക്ഷിച്ച ക്ലാസ്സിലെ 1ാം സ്ഥാനം നഷ്ടപ്പെട്ടേക്കാം. അന്ന് വൈകുന്നേരം ഓഫീസ് വിട്ട് പോരുന്നതിനു മുമ്പ് ലീവിന് എഴുതി കൊടുത്തു. കുട്ടി ബുദ്ധിയായി ചെയ്തു. മാടിനെ പോലെ എപ്പോഴും പണിയെടുക്കേണ്ട കാര്യമെന്ത്? കുട്ടിക്ക് കുറച്ച് വിശ്രമം അത്യാവശ്യമാണ്. പക്ഷേ ചുറ്റിപ്പോകുന്നത് ഞാനാണെന്നേ ഉള്ളൂ. പെട്ടെന്ന് ഒന്ന് കൂട്ടിയും കുറച്ചും കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും? അത് പോകട്ടെ, ഒരു കാര്യം, ഈ ഗേറ്റ് കടന്നു പോകുമ്പോൾ തന്നെ ഓഫീസ് ചിന്തകൾ കൂടി ഫയൽ ചെയ്ത് മാറ്റി വെച്ചേക്കണം. അവധി ശരിക്കും എൻജോയ് ചെയ്യാൻ ശ്രമിക്കൂ. സമയത്തും നേരത്തും ഭക്ഷണവും വിശ്രമവും ഒക്കെ ആകുമ്പോൾ ശരീരവും നന്നാവും. കുട്ടി ഈയിടെയായി വല്ലാതെ മോശപ്പെട്ടിട്ടുണ്ട്. ജോലി മതിയാക്കി കടലാസുകൾ പിൻ ചെയ്ത് ഒതുക്കി കെട്ടി കൊണ്ടു നിന്നപ്പോൾ സുന്ദരംപിള്ള സാർ ഒന്നിനു പുറകെ ഒന്നായി ഉപദേശങ്ങൾ നൽകുകയായിരുന്നു. അവധി കഴിഞ്ഞു വന്നപ്പോൾ ഉദ്ദേശിച്ചതുപോലെ സെക്ഷന് മാറ്റം വന്നിരുന്നു. വളരെ ജോലി തിരക്കുള്ള GAD സെക്ഷൻ. പഴയ ലോ കോളേജ് കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിലെ കിഴക്കേ അറ്റത്തുള്ള മുറി. എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ നിന്നും പുതിയ പോസ്റ്റിംഗ് ഓർഡറും വാങ്ങി സെക്ഷനിലെത്തിയപ്പോൾ എല്ലാവരും കാപ്പി കുടിക്കാൻ പുറത്തിറങ്ങിയ നേരമാണ്. വരാന്തയിലും കോണിയിലുമൊക്കെ ഒറ്റയ്ക്കും കൂട്ടമായും ചെറുപ്പക്കാർ. പുതിയ സെക്ഷനിലെ തൻ്റെ സഹപ്രവർത്തകരാകാം. കഷ്ടിച്ച് മുഖപരിചയം തോന്നിയെന്നേയുള്ളൂ. കൂട്ടിന് സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു. പുതിയ ചുറ്റുപാടുകളുമായി ഇണങ്ങിച്ചേരുന്നതുവരെ മനസ്സിന് ഒരു വക സൂര്യക്കേടാണ്. ഇനി സൂപ്രണ്ട് എത്തരക്കാരനാണോ ആവോ? ചിലരുടെ കൂടെ സഹകരിച്ചു പോവുക മിക്കവാറും അസാധ്യമായ കാര്യമാണ്. കാന്തിമതിയും അന്നമ്മയും ഒക്കെ വെയിറ്റിംഗ് റൂമിൽ വെച്ച് കരഞ്ഞു പറഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ. സുന്ദരംപിള്ള സാറിൻ്റെ കൂടെ ആയിരുന്നത് കൊണ്ട് ആ വക ദൗർഭാഗ്യം തനിക്കുണ്ടായിട്ടില്ല. തികച്ചും സൗഹാർദ്ദപരമായ അന്തരീക്ഷമായിരുന്നു എപ്പോഴും. തുറന്നു കിടക്കുന്ന വാതിലിലൂടെ അകത്തേക്ക് നോക്കി. സീറ്റുകളൊക്കെ വിജനം. എല്ലാവരും ഇരിപ്പിടങ്ങളിലായിരിക്കുമ്പോൾ ഒരു കാഴ്ച വസ്തുവിനെ പോലെ കടന്നു ചെല്ലാൻ ഇടയാകാഞ്ഞത് തന്നെ ഭാഗ്യം. തുറന്ന വാതിലിലൂടെ ഉള്ളിലേക്ക് 3-4 ചുവടുകൾ വെച്ചപ്പോഴാണ് സൂപ്രണ്ടിൻ്റെ കസേരയിൽ ആളിരിപ്പുണ്ടെന്ന് കണ്ടത്. അറച്ചു നിന്നുപോയി. തുറന്ന പേന കടലാസിൽ നെറുകി ഓടിച്ച് അദ്ദേഹം എന്തോ കണക്കുകൾ തിട്ടപ്പെടുത്തുകയാണ്. ശബ്ദം കേട്ടിട്ടാവണം. തല ഉയർത്തി നോക്കി. വേഗം തൊഴുതു. എന്താ വേണ്ടത്? ലീവ് കഴിഞ്ഞു വന്നതാണ്. താൻ പറഞ്ഞതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാകാത്തതുപോലെ ആ കണ്ണുകൾ മുഖപരിശോധന നടത്തുകയാണ്. എവിടത്തെ LDC ആയി? വിശദീകരിക്കാൻ ശ്രമിച്ചു. ഓഹോ, സന്തോഷം. ഈ സീറ്റിൽ ആളില്ലാതെ ബുദ്ധിമുട്ടുകയായിരുന്നു. മുഖത്ത് പ്രസന്നത പരന്നിരുന്നു. ബാഗ് തുറന്ന് പോസ്റ്റിംഗ് ഓർഡർ എടുത്ത് മേശപ്പുറത്ത് വെച്ചു. ആദ്യം കണ്ടപ്പോൾ ലീവ് പേ തിരക്കി വന്ന ആരോ എന്നാണ് പെട്ടെന്ന് തോന്നിയത്. തെളിച്ചമുള്ള പുഞ്ചിരി. നൗ യു ക്യാൻ ടേക്ക് യുവർ സീറ്റ്. ഐ ആം ലക്കി. കഴിഞ്ഞ ആഴ്ചയിലെ ന്യൂ റിക്രൂട്ട്സിൽ ആരെയെങ്കിലും വിടുമെന്നായിരുന്നു ഭയം. പ്രകടമായ സന്തോഷത്തോടെയാണ് പറഞ്ഞത്. മനസ്സിൽ മൂടിക്കെട്ടി നിന്ന ആശങ്കകൾ ഒന്നടങ്ങി. വലിയ തലക്കനമുള്ള ആളാണെന്ന് തോന്നുന്നില്ല. കൂടെ കഴിയാൻ ബുദ്ധിമുട്ട് തോന്നാതിരുന്നാൽ മതിയായിരുന്നു. കുടയും ടിഫിൻ ബോക്സും സ്ഥാനത്ത് വെച്ചിട്ട് കസേരയിൽ ഇരിപ്പുറപ്പിച്ചപ്പോൾ പുതിയ സൂപ്രണ്ടിനെ പറ്റിയായി ചിന്ത. ആരാണെന്ന് ഒരു പിടിയും കിട്ടിയില്ല. കഴിഞ്ഞ 7 വർഷങ്ങളിൽ ഓഫീസ് പരിസരങ്ങളിൽ എപ്പോഴെങ്കിലും കണ്ടതായി ഓർക്കുന്നില്ല. അല്ലെങ്കിലും കാണുന്നവരെയൊക്കെ ഓർക്കണമെന്നില്ലല്ലോ. പക്ഷേ കണ്ടപാടെ മറക്കുന്ന തരം മുഖമാണോ? എന്താണ് തനിക്ക് അങ്ങനെ തോന്നാൻ കാരണം? കണ്ണുകളിലെ സൗഹൃദഭാവമോ പുഞ്ചിരിയുടെ വശ്യതയോ? വേഗം സ്വയം നിയന്ത്രിച്ചു. വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ള ആവശ്യമെന്ത്? മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടാണ്. ശങ്കരിമാമയുടെ വീട്ടിൽ നിന്നും എടുത്ത കുമുദം കയ്യിലെടുത്തു. പതിവായി വായിച്ചുകൊണ്ടിരുന്ന തുടർക്കഥയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കഥാനായികയായ കൃഷ്ണവേണിക്ക് മകളുടെ ട്യൂഷൻ മാസ്റ്റർ ശേഷിനോടുള്ള പ്രേമം ന്യായീകരിച്ചുകൊണ്ടാണ് നോവലിസ്റ്റ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ഭർത്താവ് മദ്യപാനിയും ദുർനടപ്പുകാരനുമായതുകൊണ്ട് ഭാര്യയ്ക്ക് അവിശ്വസ്തത കാട്ടാമെന്നും ഇന്നത്തെ നോവലുകളിൽ സന്മാർഗത്തെ ഇടിച്ചു താഴ്ത്തി കാണിക്കാനുള്ള പ്രവണതയാണ് മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ അങ്ങനെ ഉറപ്പിച്ചു പറയുന്നത് ശരിയായിരിക്കുമോ? നോവലിസ്റ്റിൻ്റെ കാഴ്ചപ്പാട് ഒരു കണക്കിന് നോക്കിയാൽ ന്യായയുക്തം തന്നെയല്ലേ? ദാമ്പത്യമെന്ന മനുഷ്യബന്ധത്തിൽ വിശ്വസ്തതയുടെ കാര്യത്തിൽ പുരുഷനും സ്ത്രീക്കും ഒപ്പമല്ലേ ബാധ്യത? 2 പേർക്കും വ്യത്യസ്ത മാനദണ്ഡങ്ങൾ ഉപയോഗിക്കുന്നതെന്തിന്? ആ കണക്കിന് നോക്കിയാൽ തന്നെപ്പോലെയുള്ള ഒരു സ്ത്രീയുടെ കാര്യമോ?
ദാമ്പത്യത്തിൻ്റെ അനുഭവം, ജീവിതത്തിൽ ഒരിക്കൽ പോലും പകർന്നു തരാതെ മരിച്ചുപോയ ഭർത്താവിൻ്റെ ഓർമ്മയോടെ താൻ വിശ്വസ്തത പാലിക്കണമെന്ന് അനുശാസിക്കാൻ തൻ്റെ സമുദായത്തിന് എന്ത് ന്യായീകരണമാണുള്ളത്? ഓ, എന്തൊക്കെ ചിന്തിച്ചു പോവുകയാണ്. വീണ്ടും ശ്രദ്ധ കഥയിൽ തന്നെ കേന്ദ്രീകരിക്കാൻ ശ്രമിച്ചു. ടപ് ടപ് ടപ്. ഫോറിൻ പെർഫ്യൂമിൻ്റെ ഒഴുകി വരുന്ന സുഗന്ധം. തലയുയർത്തി നോക്കി. വത്സ ചെറിയാനാണ്. വെയിറ്റിംഗ് റൂമിൽ വെച്ച് കണ്ടുള്ള പരിചയമുണ്ട്. സിനിമാ താരത്തിൻ്റെ വേഷവിധാനവും ഒരു അക്കൗണ്ട് ഓഫീസറിൻ്റെ ഗമയും. സൂപ്രണ്ടിൻ്റെ മുഖത്ത് പുഞ്ചിരി ഉറപ്പിച്ചുകൊണ്ട് നടന്നു നീങ്ങിയതുകൊണ്ടാണോ തൊട്ടടുത്ത കസേരയിൽ താനിരിക്കുന്നത് കാണാതെ പോയത്? അതോ SAS ഒരു പാർട്ടി കിട്ടിയതിൻ്റെ ഭാവമോ? എന്തോ ആയിക്കൊള്ളട്ടെ, പരിഭവം തോന്നിയില്ല. പുതിയ സെക്ഷനിൽ മറ്റൊരു സ്ത്രീ കൂട്ടിനുള്ളത് തന്നെ ഭാഗ്യം. സൂപ്രണ്ട് ഫയൽ അടച്ചു വെച്ച് പുറത്തേക്കിറങ്ങി. കാപ്പിയോടി കഴിഞ്ഞ് ഓരോരുത്തർ വന്നുകൊണ്ടിരുന്നു. ആഹാ, കനകൻ സാറല്ലേ ഇത്? രാധാകൃഷ്ണനാണ്. UDC ട്രെയിനിങ്ങിന് തങ്ങളുടെ സെക്ഷനിൽ 1 മാസം ഉണ്ടായിരുന്നതാണ്. കാണുമ്പോഴൊക്കെ എന്തെങ്കിലും കുശലം പറയാതിരിക്കുകയില്ല. ചിലർ പരിചയം ഭാവിച്ച് ചിരിച്ചു. സോമനും ആന്റണിയും സ്വയം പരിചയപ്പെടുത്തി. വത്സ ചെറിയാൻ മാത്രം മുഖമുയർത്താതെ വുമൺ ആൻഡ് ഫോമിൻ്റെ താളുകൾ മറിച്ചുകൊണ്ടിരുന്നു. സൂപ്രണ്ട് തിരിച്ചു വന്നതോടെ സെക്ഷനും സജീവമായി. നിവർത്തിപ്പിടിച്ച ഫയലുകളുടെ പുറകിൽ മനുഷ്യയന്ത്രങ്ങൾ ചലിച്ചു തുടങ്ങി. പരുക്കൻ കടലാസിൽ പേന കോറുന്ന ശബ്ദവും പങ്കയുടെ കാറ്റിൽ ഫയലിൻ്റെ താളുകൾ മറിയുന്ന കലവില സ്വരവും ഇടയ്ക്കിടെ അടക്കിപ്പിടിച്ച സംസാരവും. തനിക്ക് സുപരിചിതമായ അന്തരീക്ഷം. മേശപ്പുറത്ത് കിടന്ന ഫയൽ രജിസ്റ്റർ അലസമായി എടുത്തു നിവർത്തി. കുടിശ്ശിക ജോലികൾ പലതും കണ്ടേക്കാം. ഏതായാലും ധൃതി പിടിച്ച് ചെയ്തു തീർക്കാനൊന്നും നിശ്ചയിച്ചിട്ടില്ല. പതുക്കെ തൻ്റെ സൗകര്യവും മനസ്സും പോലെ ജോലി നടത്തുമെന്നേയുള്ളൂ. 7 വർഷത്തെ ആത്മാർത്ഥമായ സേവനത്തിൻ്റെ പ്രതിഫലം എന്താണെന്ന് അനുഭവിച്ചു കഴിഞ്ഞു. ഇന്നലെ വരെയുള്ള ഫയൽ രജിസ്റ്റർ അപ് ടു ഡേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ജോലിയെപ്പറ്റിയും ഒന്നും പറയണ്ടല്ലോ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക് മീ. ഒരു വലിയ ചുമതല ഒഴിവാക്കി കിട്ടിയതിനുള്ള ആശ്വാസമായിരുന്നു. കുടിശ്ശിക ഒന്നുമില്ലല്ലോ. ഇന്നു മുതലുള്ള പേപ്പറുകളുടെ കാര്യം മാത്രം താൻ ശ്രദ്ധിച്ചാൽ മതിയല്ലോ. താങ്ക് യു സർ. ഉള്ളിൽ തോന്നിയ കൃതജ്ഞത പ്രകടിപ്പിക്കാൻ മടിച്ചില്ല. ജനറൽ സെക്ഷനിൽ നിന്ന് രാമൻകുട്ടി എത്തിയിരുന്നു. പേന തുറന്നു. ജോലി ആരംഭിക്കുകയായി. സർ. കൊഞ്ചിയുള്ള വിളി. തലയുയർത്തി നോക്കി. വത്സ ചെറിയാനാണ്. സൂപ്രണ്ടിൻ്റെ മേശപ്പുറത്ത് കൈമുട്ടുകൾ ഊന്നി തുറന്ന ഫയൽ മുന്നിലേക്ക് നീട്ടിപ്പിടിച്ച് ഏതോ സംശയം ചോദിക്കുകയാണ്. മൂക്കിൽ തുളച്ചു കയറുന്ന ഫോറിൻ സെന്റിൻ്റെ മാദക ഗന്ധം. SAS ഫസ്റ്റ് പാർട്ടി കിട്ടി എന്നല്ലേ പറഞ്ഞത്? ട്രഷറി കോഡ് അനുസരിച്ച്. സൂപ്രണ്ട് വിശദീകരിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ ഇടയ്ക്ക് കയറി പറഞ്ഞു. ഓ, ഇപ്പോൾ സംശയം തീർന്നു. പെട്ടെന്ന് ആ ഓർമ്മ പോയില്ല. താങ്ക് യു സർ. ജാളിത കൊണ്ടെന്ന പോലെ വായ് പൊത്തിപ്പിടിച്ച് അടക്കത്തിൽ ചിരിച്ചുകൊണ്ട് അവൾ നടന്നു നീങ്ങി. എതിരെയിരിക്കുന്ന രാധാകൃഷ്ണന്റെ അർത്ഥഗർഭമായ നോട്ടം കണ്ടില്ലെന്ന് നടിച്ചു. സൂപ്രണ്ടിന്റെ പ്രതികരണം എന്താണാവോ? അറിയാതെ ഏറുകണ്ണിട്ട് അദ്ദേഹത്തെ നോക്കിപ്പോയി. വേവലാതിയോടെ കണ്ണുകൾ പിൻവലിക്കേണ്ടി വന്നു. അദ്ദേഹം തന്നെ ശ്രദ്ധിക്കുകയാണ്. വേണ്ടാത്ത പ്രവൃത്തിയായിപ്പോയി തൻ്റേത്. അദ്ദേഹം എന്ത് വിചാരിച്ചു കാണുമോ? പിന്നെ ഉച്ചഭക്ഷണത്തിന് എല്ലാവരും പുറത്തു പോകുന്നത് വരെ ഇടം വലം നോക്കാൻ കൂടി ഒരുമ്പിട്ടില്ല. ലേഡീസ് വെയിറ്റിംഗ് റൂമിൽ പോയി ഊണ് കഴിക്കാമെന്ന് വെച്ചത് തന്നെ കമലത്തെ കണ്ട് താൻ ജോയിൻ ചെയ്ത വിവരം അറിയിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ്. അവൾ വന്നിട്ട് ഉണ്ടായിരുന്നില്ല. അവളുടെ സുധിയേട്ടൻ്റെയും ഏട്ടത്തിയുടെയും കൂടെ കന്യാകുമാരിയിൽ പോയിരിക്കുകയാണത്രേ. പിന്നെ അധിക നേരം അവിടെ തങ്ങിയില്ല. മാലതിയുടെയും കാന്തിമതിയുടെയും അന്നമ്മയുടെയും ഒക്കെ കുശലങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ട് സെക്ഷനിലേക്ക് തന്നെ തിരികെ പോന്നു. മണി 1 ആയിട്ടുള്ളൂ. സമയം കൊല്ലാനായി ഡെസ്കിനടിയിൽ നിന്നും കുമുദം എടുത്ത് നിവർത്തി. ടപ് ടപ് ടപ്. വത്സ ചെറിയാൻ്റെ വരവായിരിക്കും. മുഖം ഉയർത്തി നോക്കി. തൻ്റെ ഊഹം ശരി തന്നെ. തൻ്റെ തുറന്ന പുഞ്ചിരിക്ക് ആ ചുണ്ടുകളിൽ ഒരു നേരിയ പരിചയഭാവം മാത്രം. എങ്കിലും മടിച്ചില്ല. അങ്ങോട്ട് കയറി സംസാരം തുടങ്ങി. SAS ഫസ്റ്റ് കിട്ടിയല്ലോ. കൺഗ്രാജുലേഷൻസ്. ഓ, അത് പഴങ്കഥയല്ലേ. ഞാൻ ഭാഗ്യത്തിലൊന്നും വിശ്വസിക്കുന്നവളല്ല. പഠിക്കുന്നത് എന്തായാലും ആ സബ്ജക്റ്റിനോട് ഒരു ഇൻ്റലിജൻ്റ് അപ്രോച്ച് ഉണ്ടായിരിക്കണം. പിന്നെ പഠിത്തവും പാസ്സാകലും ഒന്നും അത്ര വിഷമമുള്ള കാര്യങ്ങളല്ല. പേര് കനകാമ്പാളെന്നല്ലേ? അതെ. ഇത്തവണ UDC സെലക്ഷൻ കിട്ടിയില്ല അല്ലേ? അതിന് ബഹളമുണ്ടാക്കണമെന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടു. അതുകൊണ്ട് ഒരു ചുക്കും നേടാൻ പോകുന്നില്ല. വെറുതെ പണി ചെയ്തത് കൊണ്ടായോ? ഓഫീസറെ ഇംപ്രസ് ചെയ്യണം. ഇല്ലെങ്കിൽ രക്ഷയൊന്നുമില്ല.
ശരിയാണ്, തനിക്ക് കഴിയാതെ പോയതും അതാണ്. ഒന്നും തന്നെ പറഞ്ഞില്ല. സംസാരം ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കാത്തതുപോലെ വത്സാചെറിയൻ സൂപ്രണ്ടിന്റെ മേശപ്പുറത്ത് കിടന്ന പുസ്തകം എടുത്തുകൊണ്ട് സീറ്റിൽ ചെന്നിരുന്നു. ഓ ഹ്യൂമൻ ബോണ്ടേജ്. കവർ പേജിലെ തലക്കെട്ട് വായിച്ചു. സൂപ്രണ്ട് വന്നു കയറിയതും അവൾ പുഞ്ചിരി തൂക്കിക്കൊണ്ട് അടുത്തെത്തി കഴിഞ്ഞു. സർ, എക്സ്ക്യൂസ് മീ, സാറിൻ്റെ പുസ്തകം ഞാൻ എടുത്തു. വായിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് കൂടി ഒന്ന് തരണേ. സോമർസെറ്റ് മോം എൻ്റെ ഫേവറേറ്റ് ഓതറാണ്. ആ, ഇപ്പോൾ മേശയിൽ വെച്ചേക്കൂ, അശ്രദ്ധയോടെ പറയുകയായിരുന്നു. ഇരുവരുടെയും സംഭാഷണം കേട്ടതായി നടിക്കാതെ തലകുനിച്ചിരുന്നതേയുള്ളൂ. മിനിറ്റുകൾക്കകം എല്ലാവരും ഒന്നൊന്നായി എത്തിക്കഴിഞ്ഞു. 3 മണിവരെ ജോലികൾ മുടക്കം കൂടാതെ നടന്നുകൊണ്ടിരുന്നു. പിന്നെയും തേനീച്ച കൂട ഇളകിയതുപോലെ. കാഫി ബ്രേക്ക്. സുന്ദരംപിള്ള സാറ് അങ്ങനെയാണ് പറയാറുള്ളത്. സൂപ്രണ്ട് ഫയലും അടച്ചു വെച്ച് പുറത്തേക്ക് കടന്നില്ല. തൊട്ടു പുറകിലായി മുട്ടിയില്ല എന്ന പരുവത്തിന് വത്സാചെറിയാനുമുണ്ട്. എല്ലാവരും പുറത്തു കടന്നപ്പോൾ രാധാകൃഷ്ണൻ അടുത്തുകൂടി. കനകൻ സാറിന് കാപ്പിയൊന്നും വേണ്ടേ? ദാഹം തോന്നുന്നില്ല, അയാൾ ചിരിച്ചു. അല്ലെങ്കിലും പണ്ട് മുതലേ ദാഹവും വിശപ്പും ഒക്കെ കുറവാണല്ലോ. ആട്ടെ, കുറച്ചു മുൻപ് സൂപ്രണ്ടിന്റെ പുറകെ ഒരാൾ പോയത് കണ്ടോ? ഞാൻ വെറുതെ രസത്തിന് പറയുന്നു എന്നാണ് വിചാരിക്കുന്നത്. ഇല്ലേ, കാണാൻ പോകുന്ന പൂരം കൂടുതൽ വിസ്തരിക്കുന്നില്ല. പുള്ളിക്കാരൻ ചാർജ് എടുത്ത അന്ന് തുടങ്ങി മൈക്ക് എടുക്കാനുള്ള പുറപ്പാടാണ്. പിന്നെ ഒന്നുണ്ട്, ഇവരുടെ കാര്യത്തിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ജാതിയും മതവും ഒക്കെ യോജിപ്പാണ്, അത്രയും കാര്യം. രാധാകൃഷ്ണൻ ചിരിച്ചു. പുതുതായി കേട്ട അറിവിൽ വലിയ ശ്രദ്ധ കാണിച്ചില്ല. പണ്ടും അപവാദങ്ങൾ ഊതിപ്പെരുക്കി കാണിക്കാൻ രസമുള്ള കൂട്ടത്തിലാണ്. പുതിയ സൂപ്രണ്ട് ആരാണ്? ഇവിടെ എങ്ങും കണ്ടതായി ഓർക്കുന്നില്ലല്ലോ. സംഭാഷണ വിഷയം മാറ്റുന്നതിനായി അദ്ദേഹത്തെ പറ്റിയുള്ള വിവരങ്ങൾ തിരക്കി. ആ, കനക സാർ കണ്ടിരിക്കാൻ വഴിയുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങേര് ബാംഗ്ലൂരിൽ നിന്നും നമ്മുടെ പ്രസാദ് സാറുമായുള്ള മ്യൂച്വൽ ട്രാൻസ്ഫറിൽ വന്നതല്ലേ? ആള് തരക്കേടില്ലെന്ന് തോന്നുന്നു. അത്ര വേഗം മുഖത്ത് ചിരി വരില്ലെന്ന് മാത്രം. സൂപ്രണ്ട് വരുന്നതു ജനലിൽ കൂടി കണ്ടയുടൻ രാധാകൃഷ്ണൻ പുറത്തേക്ക് നീങ്ങി. ഒരു സിഗരറ്റ് വലിക്കട്ടെ. രാധാകൃഷ്ണൻ പോയി കഴിഞ്ഞപ്പോഴാണ് സൂപ്രണ്ടിൻ്റെ പേര് ചോദിച്ചില്ലല്ലോ എന്നോർത്തത്. ക്രിസ്ത്യൻ എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ മാത്യുവോ ഫിലിപ്പോ ജോർജോ മറ്റോ ആയിരിക്കും. മിക്ക ക്രിസ്ത്യാനികളുടെയും പേര് ഇതൊക്കെ തന്നെയല്ലേ? എന്താ, കാപ്പിയൊന്നും വേണ്ടേ? സൂപ്രണ്ടാണ്. വേണ്ട, അരച്ചരച്ചു പറഞ്ഞു. അങ്ങനെ ഒരു പതിവില്ലേ? മറുപടി എടുത്തു പറഞ്ഞില്ല. കൊള്ളാം, നല്ല ശീലം. പേര് കനകാംബ എന്നല്ലേ? കനകാമ്പാൾ തിരുത്തി പറഞ്ഞു. ബ്രാഹ്മണാണോ? അതെ. ഓ, വിശ്വസിക്കാനാവാത്തതുപോലെ ഒരു നിമിഷം ആ കണ്ണുകൾ തന്നിൽ ഉടനീളം തിന്നി നീങ്ങി. തൻ്റെ മുഖത്തെ പരുങ്ങൽ കണ്ടാവണം എന്തോ അബദ്ധം കാണിച്ച ജാള്യതയോടെ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, ഐ എം സോറി. കാഴ്ചയിൽ ബ്രാഹ്മണാണെന്ന് എന്തുകൊണ്ടോ എനിക്ക് തോന്നിയില്ല. ഹോപ്പ് യു വോണ്ട് ഫീൽ ഒഫൻഡഡ്. ക്ഷമാപണത്തിൻ്റെ വെറും ഭംഗി വാക്കുകളായിരുന്നു. അല്ലെന്നാണ് തോന്നിയത്. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ അതിശയം ഉണ്ടായിരുന്നില്ല. തന്നെ ആരും പറയാതെ തന്നെ ബ്രാഹ്മണാണെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അത്ഭുതം തോന്നേണ്ടതുള്ളൂ. പട്ടുസാരികളും ആഭരണങ്ങളും അണിഞ്ഞ് മുല്ലപ്പൂവും ചൂടി ഓഫീസിലെത്തുന്ന മറ്റ് ബ്രാഹ്മണ പെൺകുട്ടികളുടെ കൂട്ടത്തിൽ തന്നെ ഉൾപ്പെടുത്തുന്നതെങ്ങനെ? യു സി, ഐ ആം ന്യൂ ടു ദിസ് പ്ലേസ്. ഇവിടുത്തെ രീതികളോടും ആൾക്കാരോടുമൊക്കെ പരിചയപ്പെട്ടു വരുന്നതേയുള്ളൂ. കുളമ്പടികൾ പോലെയുള്ള വത്സാചെറിയൻ്റെ ഹൈ ഹീൽഡ് ഷൂസിൻ്റെ ശബ്ദം ധൃതിയിൽ കടന്നു ചെന്ന് സൂപ്രണ്ടിൻ്റെ മുമ്പിൽ നിൽപ്പുണ്ട്. സർ, എനിക്ക് ഇപ്പോൾ തന്നെ പോകേണ്ടിയിരിക്കുന്നു. വൈകിട്ടത്തെ മദ്രാസ് ഫ്ലൈറ്റിന് സിംഗപ്പൂരിൽ നിന്നും അങ്കിൾ വരുന്നുണ്ടെന്ന് ഇപ്പോൾ ടെലഗ്രാം വന്നിരിക്കുകയാണ്. ഓഫീസറോട് പറഞ്ഞ് അനുവാദം വാങ്ങിയിട്ട് പോയിക്കോളൂ. സർ, പിന്നെ ഈ എയർപോർട്ടിൽ ഞാൻ തനിച്ചു പോയിട്ടില്ല. കടപ്പുറത്തല്ലേ. ബസ്സിൽ പോയാൽ സമയത്തിന് എത്തുമെന്ന് തോന്നുന്നില്ല. വിച്ച് ഈസ് ദ ഷോർട്ടസ്റ്റ് റൂട്ട് ഇഫ് ഐ ടേക്ക് എ ടാക്സി? എന്തോ രഹസ്യം പറയാനെന്ന പോലെ അദ്ദേഹത്തിൻ്റെ നേരെ ആഞ്ഞ് അടക്കത്തിലാണ് വിവരങ്ങൾ തിരക്കിയത്. സോറി മിസ് ചെറിയാൻ, ഐ കാൺ ഹെൽപ്പ് യു അറ്റ് ഓൾ. ഐ ഡോണ്ട് നോ മച്ച് എബൌട്ട് ട്രിവാൻഡ്രം ജോഗ്രഫി. ഓ, എക്സ്ക്യൂസ് മീ സർ, ഇവിടെ പുതിയ ആളാണെന്ന കാര്യം എപ്പോഴും മറന്നു പോവുകയാണ്. നൗ ഐ മസ്റ്റ് മേക്ക് എ മൂവ്. അവൾ ഹാൻഡ് ബാഗും കുടയും എടുത്ത് ഒരിക്കൽ കൂടി സൂപ്രണ്ടിൻ്റെ നേരെ പുഞ്ചിരി തൂകി പുറത്തിറങ്ങി. രാധാകൃഷ്ണൻ പതുക്കെ ചുമച്ചു. തലയുയർത്തി നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ആന്റണിയും സോമനും പരസ്പരം നോട്ടങ്ങൾ കൈമാറുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞില്ല. സൂപ്രണ്ട് ഫയൽ ബുക്ക് അടച്ചു വെച്ച് എണീറ്റ് കഴിഞ്ഞു.
ഇപ്പോഴാണ് ഓർമ്മിച്ചത്, എനിക്ക് നേരത്തെ പോകേണ്ടതുണ്ട്. സൂപ്രണ്ട് വരാന്ത കടന്നിരുന്നില്ല. അതിനു മുമ്പ് അടക്കി പിടിച്ച ചിരികൾ പുള്ളിക്കാരനെ ഇരിപ്പുറയ്ക്കുന്നില്ല. ആന്റണിയുടെ വക കമന്റ്. സെക്ഷനെ ആകമാനം രസം പിടിപ്പിച്ചിരിക്കുന്ന ഈ അപവാദ വ്യവസായത്തിൽ സത്യത്തിന്റെ അംശം എത്രയുണ്ടെന്ന് ഓർത്തുപോയി. തീയില്ലാതെ പുക കാണില്ല എന്നുള്ള ചൊല്ല് എപ്പോഴും ശരിയാകുകയില്ലെന്ന് അനുഭവം കൊണ്ട് തനിക്ക് അറിയാവുന്നതാണല്ലോ. പക്ഷെ ഒരു കാര്യത്തിൽ സംശയം തോന്നിയില്ല. സൂപ്രണ്ടിനോടുള്ള വത്സ ചെറിയാന്റെ നോട്ടത്തിലും വർത്തമാനത്തിലും പുഞ്ചിരിയിലും എന്തോ പ്രത്യേകതയുണ്ട്. അന്ന് സെക്ഷനിൽ ഇരുന്നാണ് ഊണ് കഴിച്ചത്. ലഞ്ച് ബോക്സ് കഴുകി അടച്ചു വെച്ചിട്ട് കമലത്തെ തിരക്കി പോകാൻ തുടങ്ങിയതും കമലം തന്നെ എത്തിക്കഴിഞ്ഞു. ചേച്ചി വന്ന വിവരം പ്രഭാവതി എന്നോട് പറഞ്ഞു. വെയിറ്റിംഗ് റൂമിൽ വരുമെന്ന് വിചാരിച്ചു. ഇത്ര നേരവും നോക്കിയിരുന്നു. കണ്ടിട്ട് അവധി ഗുണപ്പെട്ടുവെന്ന് തോന്നണല്ലോ. ഒന്ന് മിനുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കനകേച്ചി ഒരു സുന്ദരി. ഈ കമലത്തിന് മറ്റൊന്നും പറയാനില്ലേ? നിങ്ങളുടെ കന്യാകുമാരി ട്രിപ്പിനെ പറ്റി കേൾക്കട്ടെ. ഇടയ്ക്ക് കയറി അവളുടെ സംഭാഷണഗതിക്ക് വിരാമമിടേണ്ടി വന്നു. ഓ, എന്തു പറയാനാണ്. സുധിയേട്ടൻ്റെയും അമ്മുവെടുത്തിയുടെയും കൂടെ ഒരു ഗൂസ്ബെറി ആയിരുന്നു. ഓ സാരമില്ല, വരട്ടെ, ഞാനും അങ്ങനെ പോകും. അവൾ പൊട്ടിച്ചിരിച്ചു. ആ, ഒരു കാര്യം മറക്കുന്നതിനു മുമ്പ് പറയട്ടെ. ഞാൻ വന്ന വഴി നമ്മുടെ സുന്ദരംപിള്ള സാറിനെ കണ്ടു. അവധി കഴിഞ്ഞ കനകാമ്പാൾ എങ്ങനെയുണ്ട്, വിഷമമൊക്കെ മാറിയോ, നന്നായോ എന്നൊക്കെ തിരക്കി. സുന്ദരംപിള്ള സാറിനെ ഇന്നലെ തന്നെ പോയി കാണേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് തന്നോടുള്ള ഒരു മൂത്ത സഹോദരൻ്റെയോ സുഹൃത്തിൻ്റെയോ ആയ സ്നേഹ താല്പര്യങ്ങൾ മറന്നിട്ടില്ല. എന്തുകൊണ്ടോ ഒന്നിനും ഉത്സാഹം തോന്നിയില്ല. ആട്ടെ, ഇവിടുത്തെ വിശേഷം കേട്ടില്ലല്ലോ. നമ്മുടെ ന്യൂസ് മേക്കർ രാധാകൃഷ്ണൻ ഇവിടെ ഉണ്ടില്ലേ? പുതിയ സൂപ്രണ്ടോ? ആകപ്പാടെ ദുരമട്ടിലാണെന്ന് കേട്ടല്ലോ. ഞാൻ ഇന്നലെ വന്നല്ലേ ഉള്ളൂ. ഇത്ര വേഗം അഭിപ്രായം പറയുന്നത് എങ്ങനെ? പേര് പോലും അറിഞ്ഞുകൂടാ. അത് ഞാൻ പറഞ്ഞു തരാമല്ലോ. ജോസഫ് എന്നോ മറ്റോ ആണ്. നിങ്ങളുടെ സെക്ഷനിലെ ആ വത്സ ചെറിയാനില്ലേ? 2-3 ദിവസം മുമ്പ് കോഫി ഹൗസിൽ വെച്ച് നമ്മുടെ പ്രഭാവതിയോട് അങ്ങേരുടെ പൂർണ്ണ വിവരങ്ങൾ വിസ്തരിക്കുന്നത് കേട്ടതല്ലേ? വളർന്നതും പഠിച്ചതുമൊക്കെ നാട്ടിന് പുറത്തായിരുന്നെന്നോ ലിറ്ററേച്ചർ MA ആണെന്നോ ഒക്കെ. എന്താ കനകേച്ചിയൊന്നും പറയാത്തത്? ഞാൻ എന്തു പറയാനാണ്? ആര് സൂപ്രണ്ടായാലും ചേച്ചിക്ക് എന്താണല്ലേ? ജോലിക്കുറ്റത്തിന് ആരും പിടിക്കാമെന്ന് നോക്കണ്ട. പക്ഷേ അങ്ങനെ തീർത്ത് പറയാൻ ഒക്കുമോ? കാര്യമൊന്നുമില്ലെങ്കിലും ഒന്ന് മൂപ്പിക്കാൻ നോക്കുന്ന വിദ്വാൻമാരുമുണ്ട്. PFിലെ ആ തമ്പി സാർ ഇന്നലെ മേരിയെ വിളിച്ച് കർത്തവ്യബോധത്തെപ്പറ്റി ഒരു നീണ്ട ലെക്ചർ. പേപ്പർ തയ്യാറാക്കാൻ 2-3 ദിവസം താമസിച്ചെന്ന് പറഞ്ഞു. പാവത്തിന് ജലദോഷം കൊണ്ട് തല പൊക്കാൻ വയ്യ. അയാൾക്കത് മനസ്സിലാക്കിക്കൂടെ? അങ്ങനെയൊന്നും പ്രതീക്ഷിക്കണ്ട. കേട്ട് സഹിക്കുകയേ ഉള്ളു നിവൃത്തി. ഓ, ചേച്ചിയുടെ ഇത്തരം മനസ്ഥിതി കേൾക്കുമ്പോഴാണ് എനിക്ക് എരിഞ്ഞു വരുന്നത്. അങ്ങനെ പറയുന്നതൊക്കെ സഹിക്കാൻ ഇനി ആരും തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. നമുക്കൊരു യൂണിയനൊക്കെ വേണമെന്നുള്ള അഭിപ്രായം ഇപ്പോൾ വളരെ ശക്തിപ്പെട്ടു വരുന്നുണ്ട്. ഞങ്ങളുടെ സെക്ഷനിലെ MS വാര്യർ പറയുന്നത് പോലെ നമ്മൾ സ്ത്രീകൾ കൂടി സഹകരിച്ചാൽ അതൊരു വലിയ ശക്തിയായിരിക്കും. എന്താണിവിടെ വിപ്ലവ പ്രസംഗം? രാധാകൃഷ്ണനാണ്. എത്ര വിപ്ലവം പ്രസംഗിച്ചാലും നമ്മുടെ കനകൻ സാറിനെ ചൂടാക്കുമെന്ന് കരുതേണ്ട. ഓരോരുത്തരായി വന്നുകൊണ്ടിരുന്നു. കമലം പോകാനായി എഴുന്നേറ്റു. കനകേച്ചി നാളെ ഉച്ചയ്ക്ക് വെയിറ്റിംഗ് റൂമിൽ വരണേ. അവൾ പോയി കഴിഞ്ഞപ്പോൾ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം നിവർത്തി വെച്ചെങ്കിലും ശ്രദ്ധ മറ്റുള്ളവരുടെ സംഭാഷണ ശകലങ്ങളിൽ തങ്ങി നിന്നു. വത്സ ചെറിയാൻ, സൂപ്രണ്ട്, പ്രണയ നാടകത്തെപ്പറ്റി പരസ്പര ബന്ധമില്ലാത്ത എന്തെല്ലാം വാർത്തകൾ. നേരത്തെ പറഞ്ഞൊത്തുകൊണ്ടാണ് വത്സ ചെറിയാനും സൂപ്രണ്ടും തലേ ദിവസം 2 മണിക്കൂർ മുമ്പ് സ്ഥലം വിട്ടതെന്ന്. എന്നിട്ട് അവർ കോവളത്ത് പോയി എന്നൊരു കൂട്ടർ. ശ്രീകുമാർ തിയേറ്റേഴ്സിൻ്റെ ബാക്ക് സീറ്റിൽ ഫസ്റ്റ് ഷോയ്ക്കുണ്ടായിരുന്നെന്ന് മറ്റൊരു കൂട്ടർ. വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൻ്റെ നടയിൽ രാത്രി 10 മണിക്ക് ഒരു ടാക്സിയിൽ സൂപ്രണ്ടും വത്സ ചെറിയാനും വന്നിറങ്ങുന്നത് കണ്ടതായി ബാലൻപിള്ളയുടെ അവകാശവാദം. രണ്ടുപേരുടെയും മുഖം ഇരുട്ടത്ത് കണ്ടില്ലെന്ന് അയാൾ സമ്മതിക്കുന്നുണ്ടെങ്കിലും 1:30 മണി അടിച്ചപ്പോൾ സൂപ്രണ്ടും തൊട്ടുപുറകെ വത്സ ചെറിയാനും കടന്നു വന്നപ്പോഴാണ് ആ ചർച്ചകൾ അവസാനിച്ചത്. എല്ലാവരുടെയും മുഖങ്ങളിൽ അർദ്ധഗർഭമായ പുഞ്ചിരി. വത്സ ചെറിയാൻ്റെ കണ്ണുകളിൽ വിജയഭാവം. സൂപ്രണ്ടിൻ്റെ പ്രതികരണമോ? നിസ്സംഗത്വത്തിൻ്റെ പരിവേഷമണിഞ്ഞ ആ മുഖത്ത് നോക്കിയപ്പോൾ കേട്ടതൊന്നും വിശ്വസിക്കാൻ തോന്നിയില്ല. 3 മണിക്ക് എല്ലാവരും കാപ്പി കുടിക്കാനായി പുറത്തിറങ്ങിയപ്പോൾ സൂപ്രണ്ടും ഫയൽ അടച്ചു വെച്ച് എണീറ്റു. എനിക്ക് AAയുടെ ഓഫീസിലൊന്ന് പോകണം. ചിലപ്പോൾ അതുവഴി വീട്ടിൽ പോയേക്കും. തന്നോടായി പതുക്കെ പറയുകയായിരുന്നു.
ടേബിളിന്റെ മറ്റേ തലക്കിൽ ഇരിപ്പുള്ള വത്സ ചെറിയാന്റെ അപ്പോഴത്തെ മുഖഭാവം കണ്ടപ്പോൾ ഉള്ളിൽ ചിരിച്ചുപോയി. സൂപ്രണ്ടിനെ അവൾക്ക് ഒരു നോട്ടമുണ്ടെന്ന് പറയുന്നതിൽ കുറച്ച് സത്യമുണ്ട്. കാപ്പി കഴിഞ്ഞെത്തിയ സദാശിവൻ തൻ്റെ അടുക്കലെ ഒഴിഞ്ഞ കസേര ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരക്കി. ഇഷ്ടൻ എവിടെ? എന്തോ പറയുന്നത് കണ്ടല്ലോ. AOയുടെ മുറിയിലാണെന്ന് തോന്നുന്നു. മണി 3:30 കഴിഞ്ഞില്ലേ? ഇനി ഇങ്ങോട്ടിറങ്ങില്ലായിരിക്കും. സോമനാണ്. തീർച്ചയില്ലാത്തതുകൊണ്ട് മറുപടി പറഞ്ഞില്ല. ഊക്കോടെ ഫയൽ അടയ്ക്കുന്ന ശബ്ദം. തലയുയർത്തി നോക്കി വത്സ ചെറിയാൻ. ഫയൽ ഒരു മൂലയിലേക്ക് നീക്കി. ഫെമിന നിവർത്തിക്കഴിഞ്ഞു. കനകൻ സാറേ, സദാശിവനാണ്. രാധാകൃഷ്ണൻ വിളിക്കുന്നത് കേട്ട് പലരും തന്നെ സാറാക്കിയിരിക്കുകയാണ്. അടുത്ത മാസത്തെ ഇൻഡന്റ് തയ്യാറാക്കുമ്പോൾ ഇവിടുത്തെ പിന്നുകളുടെ ക്ഷാമം കൂടി പരിഗണിക്കണേ. പിന്നുകളുടെ എണ്ണം കൂട്ടിയാൽ മാത്രം പോരാ, അറ്റം കൂർത്തവയുമായിരിക്കണം. എന്തിനാടാ നിനക്ക് ഇത്രയും പിന്നുകൾ? ആരെയെങ്കിലും കുരിശിൽ തറയ്ക്കാനാണോ? സോമൻ ഏറ്റുപിടിച്ചു. രാധാകൃഷ്ണനും ആന്റണിയും NGO യൂണിയൻ ആരംഭിക്കുന്നതിനെപ്പറ്റി അടക്കത്തിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. രാജമണി സിഗരറ്റുമായി വരാന്തയിൽ ഇറങ്ങി. നാഥനില്ലാത്ത കളരിയുടെ പ്രതീതി. പാവം അപ്പുക്കുട്ടൻ മാത്രം എന്തൊക്കെയോ കുത്തിക്കുറിച്ചിരിപ്പുണ്ട്. പാവം എന്ന സ്ഥാനപ്പേർ അയാൾക്ക് എത്ര യോജിക്കുന്നുവെന്ന് ഓർത്തുപോയി. 5 അടിച്ചില്ല. അതിനു മുമ്പ് എല്ലാവരും സ്ഥലം വിട്ടു കഴിഞ്ഞു. ഡ്രാ പൂട്ടി വരാന്തയിലേക്ക് കടക്കാൻ തുടങ്ങിയതും സൂപ്രണ്ടിന്റെ മേശപ്പുറത്ത് കണ്ണുകൾ പതിഞ്ഞു. അദ്ദേഹത്തിന്റെ കൂളിംഗ് ഗ്ലാസും പാർക്കർ പേനയും. തന്നോട് പറഞ്ഞതുപോലെ ഇന്നിനി സെക്ഷനിൽ വന്നില്ലെങ്കിലോ? കൂളിംഗ് ഗ്ലാസും പേനയും അവിടെ തന്നെ ഇട്ടിട്ട് പോയാൽ ആരെങ്കിലും എടുത്തെന്ന് വരില്ലേ? 5-10 മിനിറ്റുകൾ കൂടി കാത്തുനിന്നു. പിന്നെ ബാഗിൽ എടുത്തിട്ടു വേഗം നടന്നു. വീട്ടിൽ മടങ്ങുന്ന വഴി ലേഡീസ് സ്റ്റോറിൽ കയറി കാഞ്ചനയ്ക്ക് കുങ്കുമവും കൺമിഷിയും വാങ്ങാനുണ്ട്. കോണി ഇറങ്ങി തുടങ്ങിയതും എതിരെ സൂപ്രണ്ട് ധൃതി പിടിച്ച് മുകളിലേക്ക് കയറുകയാണ്. തന്നെ കണ്ടതേയില്ലെന്ന് തോന്നുന്നു. ഇറങ്ങിയ പടികൾ വീണ്ടും കയറി പുറകെ ചെന്ന് വിളിക്കേണ്ടി വന്നു. സാർ. തിരിഞ്ഞു നോക്കി. എന്താ? അക്ഷമ ഒതുക്കിക്കൊണ്ടുള്ള ചോദ്യമായിരുന്നു. ഇതാ സാറിൻ്റെ പെന്നും കൂളിംഗ് ഗ്ലാസും എൻ്റെ കയ്യിലുണ്ട്. മേശപ്പുറത്ത് കിടക്കുകയായിരുന്നു. താൻ ദുസ്വാതന്ത്ര്യം കാണിച്ചുവെന്ന് തോന്നിയേക്കുമോ എന്നുള്ള പരുങ്ങലോടെയാണ് ബാഗ് തുറന്ന് പേനയും കൂളിംഗ് ഗ്ലാസും പുറത്തെടുത്ത് ആ മുഖത്തേക്ക് നോക്കിയത്. കൃതജ്ഞത നിർലോഭം ചൊരിയുന്ന കണ്ണുകൾ. ഓ, താങ്ക്സ് എ ലോട്ട്. ഞാൻ വിഷമിച്ച് വരികയായിരുന്നു. ഐ കാണ്ട് അഫോർഡ് ടു ലോസ് ദാറ്റ് പെൻ. തൻ്റെ ഹൃദയത്തിൽ ചാരിതാർത്ഥ്യത്തിൻ്റെ തെളിച്ചം. ഒന്നിച്ച് പടികൾ ഇറങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദിസ് പെൻ ഈസ് സംതിങ് പ്രീഷ്യസ് ടു മീ. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ്. ആരുടെ സമ്മാനമാണെന്ന് ചോദിച്ചില്ല. പെട്ടെന്ന് അതറിയാനുള്ള ജിജ്ഞാസയാണ് മനസ്സിൽ തലപൊക്കിയതെങ്കിലും. സംഭവരഹിതമായ ദിവസങ്ങൾ. അടുക്കും ചിട്ടയുമോടെ ജോലികൾ മുറപ്രകാരം നടന്നുകൊണ്ടിരുന്നു. സുന്ദരംപിള്ള സാറിൻ്റെ സെക്ഷനിലെ പോലെ സൂപ്രണ്ടുള്ളപ്പോൾ സെക്ഷനിൽ ആരും തമ്മിൽ കുശലങ്ങളും തമാശകളും നാട്ടുകാരും പറച്ചിലും ഒന്നുമില്ല. രാജാമണിയുടെ മണിക്കൂർ വെച്ചുള്ള സിഗരറ്റ് വലിപ്പോലും കുറഞ്ഞിട്ടുണ്ടെന്നാണ് രാധാകൃഷ്ണന്റെ നിരീക്ഷണം. അതെങ്ങനെ? അങ്ങേര് സർക്കാരിനെ ഗതി പിടിപ്പിക്കാൻ പേപ്പറുകളുമായി സീറ്റിൽ കുത്തിയിരിക്കുമ്പോൾ നമുക്ക് സർവ്വസ്വതന്ത്രരായി പെട്ടെന്നങ്ങനെ പെരുമാറാനൊക്കുമോ? ആളും തരവും ഒന്ന് അടുത്തറിഞ്ഞു വരട്ടെ. സോമന്റെയും ആന്റണിയുടെയും ഒക്കെ അഭിപ്രായം അതായിരുന്നു. എങ്കിലും വത്സ ചെറിയാന്റെ ഭാഷയിലെ വലവീശൽ പരിപാടി തുടർന്നുകൊണ്ടിരുന്നു. പുരുഷന്മാരുടെ അഭിപ്രായത്തിൽ സെക്ഷനിൽ നേരം പോക്കുള്ള ഒരേ ഒരു പരിപാടിയും അതുതന്നെ. കണ്ണുകൾ കൊണ്ടുള്ള കസർത്തുകൾ, ചില പ്രത്യേക പുഞ്ചിരികൾ, ഇടയ്ക്കിടെ ഫോറിൻ സെന്റിൻ്റെ ആ ഗന്ധം പരത്തിക്കൊണ്ടുള്ള സംശയം തീർക്കലുകൾ. ഇതിനൊക്കെ പുറമെ വത്സ ചെറിയാന്റെ ഈ വക അഭ്യാസങ്ങളൊന്നും കണ്ട ഭാവമില്ലാത്ത സൂപ്രണ്ടിൻ്റെ പെരുമാറ്റവും ആ വസ്തുത മാത്രം അവരുടെ ഇടയിൽ ഒരു വിവാദ വിഷയമായി തീർന്നു. ഒന്നുകിൽ ഇഷ്ടൻ തീരെ അൺറൊമാൻറ്റിക്, ഇല്ലെങ്കിൽ പഠിച്ച കള്ളൻ, ഒരു പക്ഷേ പ്രേമനൈരാശ്യക്കാരനോ മറ്റോ ആണോ? ഹോ, ഇതൊന്നുമല്ല. കമ്പക്കെട്ടിൽ വെടിപൊട്ടുന്നത് അവസാനമല്ലേ? നമ്മൾ അത് കാണാൻ പോകുന്നതേയുള്ളൂ. എന്തൊക്കെ അഭിപ്രായങ്ങളാണ്! ഒന്നിലും പങ്കെടുത്തില്ല. എന്തുകൊണ്ടോ ഒരു നിരപരാധി വെറുതെ ക്രൂശിക്കപ്പെടുന്നു എന്നുള്ള ഖേദമായിരുന്നു മനസ്സിൻ്റെ അടിത്തട്ടിൽ. ചിലപ്പോൾ സംശയദൃഷ്ടിയാ നോക്കിക്കൊണ്ട് രാധാകൃഷ്ണൻ പറയും, കനകൻ സാറേ, എല്ലാം കേട്ടിരുന്നു കൊണ്ട് ഞങ്ങളെ ചതിക്കയില്ലെന്ന് വിശ്വസിക്കുകയാണ്. ഇതൊക്കെ ഒരു രസം. കമലത്തിൻ്റെ കൃത്യച്ചുള്ള ചോദ്യങ്ങൾക്ക് പോലും നിശബ്ദത പാലിച്ചതേയുള്ളൂ. ഈ ചേച്ചിയുടെ ഒരു കാര്യം, ഇവിടുത്തെ അന്തർനാടകമൊന്നും അറിയുന്നില്ലെന്നാണോ? ഇങ്ങനെയും മനുഷ്യരുണ്ടോ? വെയിറ്റിംഗ് റൂമിൽ ഉച്ചയ്ക്ക് ചെന്നിരുന്നാൽ മതിയല്ലോ അന്നുള്ള വാർത്തകൾ കിട്ടാൻ.
ഈ അക്കൗണ്ട് ഓഫീസിൽ വന്നു പെട്ടില്ലായിരുന്നുവെങ്കിൽ ചേച്ചി രാമേശ്വരത്തോ കാശിയിലോ പോയി സന്യസിച്ചേനെ. പ്രേമിക്കാനോ പ്രേമിക്കപ്പെടാനോ ഉള്ള അവകാശം നഷ്ടപ്പെട്ട തനിക്ക് അത്തരക്കാരെ വിമർശിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? പക്ഷേ അതേപ്പറ്റി പറയുമ്പോഴൊക്കെ കമലത്തിന് ഒരു വക ധാർമ്മിക രോഷമാണ്. ഓ, തുടങ്ങി. ചേച്ചിക്ക് എന്ത് സംഭവിച്ചു പോയെന്നാണ്? വിധവയായിപ്പോയി എന്ന് കരുതി ഒരു സ്ത്രീയായി ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെട്ടുവെന്നാണോ? തെളിവിനായി അവളുടെ ദേവവല്യമ്മയുടെ കഥയും ആവർത്തിക്കാതിരിക്കുകയില്ല. 16 വയസ്സിലാണ് അവരുടെ സംബന്ധം നടന്നത്. ഒരു ആഢ്യൻ നമ്പൂതിരി. കഷ്ടകാലത്തിന് 2 മക്കളുമായപ്പോൾ അയാൾ മരിച്ചു. പിന്നെ വീടിനടുത്തുള്ള ഒരു നാട്ടുപ്രമാണിക്കായി ഭർത്താവ്. അയാളുടെ മദ്യപാനം സഹിക്കാൻ വയ്യാതായപ്പോൾ ഒരു ദിവസം ദേവവല്യമ്മ തന്നെ അയാളെ ഉപേക്ഷിച്ചു. അങ്ങനെ 2 വിവാഹങ്ങളും ഗുണപ്പെട്ടില്ല. പക്ഷേ അതുകൊണ്ടുണ്ടോ അവർ തോൽവി സമ്മതിക്കുന്നു? അവിടുത്തെ സ്കൂളിൽ സ്ഥലം മാറി വന്ന അപ്പു മാസ്റ്റർ വിവാഹ അഭ്യർത്ഥനയുമായി എത്തിയപ്പോൾ യാതൊരു മടിയും കൂടാതെ വഴങ്ങി. അന്ന് വയസ്സ് 30 കഴിഞ്ഞിരുന്നു. ഇന്ന് 2 പേരും സുഖമായി കഴിയുന്നു. കമലത്തിൻ്റെ ദേവവല്യമ്മയും താനും സ്ത്രീകളാണെങ്കിലും ദേവവല്യമ്മയും കനകമെന്ന ബ്രാഹ്മണ വിധവയെയും സമുദായം അളക്കുന്നത് പ്രത്യേക അളവുകോലുകൾ കൊണ്ടാണെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും മനസ്സിലാകുകയില്ലെന്ന് അവൾ നിർബന്ധം പിടിക്കുന്നത് പോലെയാണ്. ചേച്ചിക്ക് പഠിപ്പും വിവരവുമില്ലേ? മനുഷ്യരുണ്ടാക്കിയ ഈ അളവുകോലുകളെ ഒന്ന് പുതുക്കാൻ ശ്രമിച്ചുകൂടെ? അവളുടെ ആഹ്വാനം കേൾക്കുമ്പോൾ തൻ്റെ ഹൃദയത്തിൻ്റെ വിങ്ങിത്തുടിപ്പ് അവൾ തിരിച്ചറിയാതിരിക്കട്ടെ. നൂറ്റാണ്ടുകളുടെ പിൻബലമുള്ളതും ഈ ആചാരങ്ങളിലാണ് ബ്രാഹ്മണ്യത്തിൻ്റെ ശ്രേഷ്ഠത കൂടി കുടികൊള്ളുന്നതെന്ന് അന്ധമായി വിശ്വസിക്കുന്ന ഒരു സമുദായമാണ് തൻ്റേതെന്ന് മറ്റാരെയും ധരിപ്പിക്കേണ്ടതില്ലല്ലോ. തൻ്റെ വിധി താൻ നിശബ്ദം സഹിച്ചു തീരണം. അടുത്ത ഭാഗം നാളെ.